കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് ജനുവരി 5 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രണ്ടാം തവണയും അറേബ്യൻ ഗൾഫ് കപ്പ് നേടിയ ആവേശത്തിലാണ് ബഹ്റൈൻ. കുവൈത്തിലെ ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഒമാനെ 1-2 ഗോളുകൾക്ക് തകർത്താണ് ബഹ്റൈൻ കിരീട നേട്ടം കരസ്ഥമാക്കിയത്. ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ടാം പകുതിയുടെ അവസാന ഘട്ടത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയാണ് ബഹ്റൈൻ ഗൾഫ് രാജ്യങ്ങളുടെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് രണ്ടാം തവണയും നേടിയത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗൾഫ് കപ്പ് വീണ്ടും ബഹ്റൈൻ മണ്ണിലെത്തുന്നത്. 2019 ബഹ്റൈൻ ആദ്യമായി ഗൾഫ് കപ്പ് ഉയർത്തിയത്. മത്സരത്തിന്റെ ആവേശം നിറച്ച് ബഹ്റൈനിലുടനീളം ബിഗ് സ്ക്രീനുകൾ കളി കാണാനായി സജ്ജീകരിച്ചിരുന്നു. ഇതോടൊപ്പം പ്രത്യേക വിമാന സർവീസുകളും ബഹ്റൈനിൽ നിന്ന് കുവൈത്തിലേക്ക് ഏർപ്പെടുത്തി. പ്രവാസി സമൂഹവും ബഹ്റൈന്റെ വിജയം ആഘോഷിച്ചു. വിവിധ അസോസിയേഷനുകളിൽ ഏർപ്പെടുത്തിയ ബിഗ് സ്ക്രീൻ പ്രദർശനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ബഹ്റൈൻ നേടിയ നേട്ടം കണക്കിലെടുത്ത് ഇന്ന് പൊതുമേഖലയിൽ അവധിയും നൽകിയിരുന്നു. സന്ദർശക വിസകൾ തൊഴിൽ വിസയായി മാറ്റുന്നത് തടയാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന കരട് നിയമം ചൊവ്വാഴ്ച ബഹ്റൈൻ പാർലമെന്റ് ചർച്ച ചെയ്യും. കരട് നിയമത്തിന് അംഗീകാരം ലഭിച്ചാൽ 1965 ഇമിഗ്രേഷൻ ആൻഡ് റെസിഡൻസ് ആക്ടിൽ മാറ്റം വരും. ഒരു കാരണവശാലും ഒരു വിദേശിയുടെ വിസിറ്റ് വിസ തൊഴിൽ വിസയാക്കി മാറ്റുന്നത് അനുവദനീയമല്ല എന്നതാണ് ഭേദഗതി നിർദ്ദേശം. നിലവിൽ വിസിറ്റ് വിസകൾ തൊഴിൽ വിസയായി മാറ്റുന്നതിന് നിയന്ത്രണമുണ്ട്. സ്പോൺസറുടെ പേരിലെടുത്ത വിസിറ്റ് വിസ അതേ സ്പോൺസറുടെ പേരിൽ തൊഴിൽ വിസയാക്കാനേ ഇപ്പോൾ നിയമം അനുവദിക്കുന്നുള്ളൂ. 11 മാസം മുമ്പാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമമനുസരിച്ച് സ്പോൺസറുടെ പേരിലെടുത്ത വിസിറ്റ് വിസ അതേ സ്പോൺസറുടെ പേരിൽ തൊഴിൽ വിസയാക്കാൻ 250 ദീനാർ ഫീസ് അടക്കണം. മുമ്പ് സന്ദർശന വിസ തൊഴിൽ വിസയാക്കുന്നതിന് 60 ദീനാറായിരുന്നു ഫീസ്. ഈ നിയന്ത്രണം നിലവിൽ വന്നതിന് ശേഷം വിസിറ്റ് വിസ തൊഴിൽ വിസയാക്കി മാറ്റുന്നതിൽ 87% കുറവ് വന്നിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതുകൊണ്ടുതന്നെ പൂർണ്ണമായി വിസിറ്റ് വിസ തൊഴിൽ വിസയാക്കി മാറ്റുന്നതിന് നിരോധനം ഏർപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് ചില MP-മാർ വാദിക്കുന്നത്. വിസ പരിവർത്തനങ്ങൾക്കുള്ള സമ്പൂർണ്ണ നിരോധനം പൗരന്മാരെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ഇത് സങ്കീർണമാക്കുമെന്നും അവർ പറയുന്നു. ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ടൂറിസം മന്ത്രാലയവും സമ്പൂർണ്ണ നിരോധനത്തെ എതിർക്കുന്നുണ്ട്. കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ മന്നത്ത് പത്മനാഭന്റെ 147ാം മന്നം ജയന്തിയും പുതുവർഷാഘോഷവും സംഘടിപ്പിച്ചു. KSCA ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ കലാകാരനും ചിത്രകാരനുമായ സന്തോഷ് പോരുവഴി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. KSCAയുടെ പ്രവർത്തന രീതികൾ, വീക്ഷണങ്ങൾ, മുൻപോട്ടുള്ള പ്രവർത്തന ഉദ്ദേശങ്ങൾ, മന്നത്ത് പത്മനാഭൻ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ എന്നിവ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ വിശദീകരിച്ചു. ജനറൽ സെക്രട്ടറി അനിൽ പിള്ള സ്വാഗതം പറഞ്ഞു. ബഹ്റൈനിൽ നിലവിലുള്ള KSCA സ്ഥാപകാംഗങ്ങളായ PG സുകുമാരൻ നായർ, SM പിള്ള, ദേവദാസൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് മന്നത്ത് പത്മനാഭന്റെ പുതിയ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു. തുടർന്ന് ഭരണസമിതി അവരെ ആദരിച്ചു. KSCAയ്ക്കു വേണ്ടി നിസ്വാർത്ഥ സേവനം നൽകിയ വേണു നായർ, ജനാർദ്ദനൻ നമ്പ്യാർ, മോഹൻ നൂറനാട് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗോപി നമ്പ്യാർ നയിച്ച ഗാനമേളയും ലേഡീസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നൃത്താധ്യാപിക സൗമ്യ അഭിലാഷിന്റെ ശിക്ഷണത്തിൽ കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും നടന്നു. വൈസ് പ്രസിഡന്റ് അനിൽ UK നന്ദി പറഞ്ഞു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുന്ന ബഹ്റൈനിലെ സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ അബ്ബാസ് മലയലിന് ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. ഫ്രണ്ട്സിന്റെ വിവിധ ഏരിയകളിലെ പ്രസിഡന്റ്, കേന്ദ്ര അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി, കേന്ദ്ര സമിതി അംഗം, വിവിധ വകുപ്പുകളുടെ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുള്ള അബ്ബാസ് മലയിൽ 3 പതിറ്റാണ്ടിലധികം നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. സിഞ്ചിലെ ഫ്രണ്ട് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് സുബൈർ MM അധ്യക്ഷത വഹിച്ചു.
ആരംഭിച്ചു. ജനറൽ സെക്രട്ടറി സായിദ് റംദാൻ നദ്വി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി സമാപനവും നിർവഹിച്ചു. ഖാലിദ് ചോലയിൽ, AM ഷാനവാസ്, സക്കീർ ഹുസൈൻ, ബദറുദ്ദീൻ പൂവാർ, ഗഫൂർ മൂക്കുതല, ഷംജിത്ത്, മജീദ് തണൽ, അഹമ്മദ് റഫീഖ്, മുഹമ്മദ് അലി മലപ്പുറം തുടങ്ങിയവരും സംസാരിച്ചു. ബീറ്റ്സ് ഓഫ് ബഹ്റിൻ കരുണയുടെ ഹൃദയതാളം എന്ന ജീവകാരുണ്യ പദ്ധതിയിലൂടെ വയനാട് സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് 1 ലക്ഷം രൂപ വിദ്യാഭ്യാസ സഹായമായി നൽകി. ബീറ്റ്സ് ഓഫ് ബഹ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ ബഹ്റിൻ മാർത്തോമ പാരിഷ് സഹവികാരി റവറൻ ബിബിൻസ് മാത്യൂസ് ഓമനാലി നിശ്ചിത തുക വിദ്യാർത്ഥിക്കു വേണ്ടി V4 വയനാട് ഭാരവാഹി ഫിലിപ്പ് PVക്ക് കൈമാറി. റേഡിയോ അവതാരകൻ ഷിബു മലയിലും സന്നിഹിതനായിരുന്നു. 2024 ഡിസംബർ 21 മുതൽ 23 വരെ നടത്തപ്പെട്ട ക്രിസ്തുമസ് കരോൾ റൗണ്ട്സിലൂടെ സമാഹരിച്ച തുകയിൽ നിന്നാണ് ഇത് നൽകാൻ സാധിച്ചത്. പ്രമേഹം ബാധിച്ച് കാലുമുറിക്കപ്പെട്ട മാവേലിക്കര സ്വദേശിക്ക് ഉപജീവന മാർഗമായി ഒരു മുച്ചക്രവാഹനം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളും നടന്നുവരുന്നതായി കൺവീനർമാരായ റിജോ ചാക്കോ, അജീഷ് സൈമൺ, ബോണി വർഗീസ് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. SKSSF ബഹ്റിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന കാലിക പ്രസക്തമായ പ്രമേയത്തെ ആസ്പദമാക്കി വർഷം തോറും നടത്തിവരാറുള്ള മനുഷ്യജാലിക ഈ വർഷവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നു. SKSSF സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനുവരി 31 രാത്രി 8:30 ബഹ്റിൻ കർണാടക ക്ലബ്ബിൽ പ്രത്യേകമായി സജ്ജീകരിച്ച വേദിയിലാണ് ജാലിക അരങ്ങേറുന്നത്. ബഹ്റിനിലെ മത, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ നേതാക്കളും പ്രമുഖ വ്യക്തിത്വങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപവൽക്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ബഹ്റിൻ കരുവന്നൂർ കുടുംബം ജനുവരി 31 അൽഹിലാൽ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ അദ്ലിയ അൽഹിലാൽ മെഡിക്കൽ സെന്ററിൽ സൗജന്യ രക്തപരിശോധനയോട് കൂടിയ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. രാവിലെ 8 മണി മുതൽ 11:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യുന്നതാണെന്ന് മുഖ്യ രക്ഷാധികാരി ഷാജഹാൻ കരുവന്നൂർ അറിയിച്ചു.